ബിജെപിയുടെ ചാക്കിട്ടുപിടുത്തം പ്രധാന ചർച്ചയായതോടെ പ്രതിരോധത്തിലായ UDF EP ജയരാജന്റെ പ്രസ്താവന ആയുധമാക്കിയാണ് LDFന് മറുപടി പറയുന്നത്. ദീപ്തി മേരി വർഗീസിനെ CPMലെത്തിക്കാൻ EP ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനെ ഇടനിലക്കാരനാക്കിയതും UDF സജീവമായി ഉന്നയിക്കുകയാണ്. പത്മജ വേണുഗോപാലിന് പിറകെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേരാൻ തുടങ്ങിയതോടെ UDF ശരിക്കും പ്രതിരോധത്തിലാണ്. LDF പ്രചാരണ വേദികളിലും സൈബറിടങ്ങളിലും ഇതാണ് പ്രധാന ചർച്ചാ വിഷയം. ഇതോടെയാണ് LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവന UDF ആയുധമാക്കിയത്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മികച്ച സ്ഥാനാർത്ഥിയാണെന്നായിരുന്നു EPയുടെ പ്രസ്താവന. കുറേ സ്ഥലത്തെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിലെ എന്ന് ആരാ പറയുന്നത്? LDF കൺവീനർ. BJP നേതൃത്വവുമായിട്ടുള്ള അന്തർധാര മാത്രമല്ല, അവരുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. EP ജയരാജനും ദല്ലാൽ നന്ദകുമാറും ചേർന്ന് ദീപ്തി മേരി വർഗീസിനെ CPMലെത്തിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം UDF ഇന്നും സജീവമാക്കി നിർത്തി. EP ജയരാജനല്ല, സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യം, സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അത് അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ്. CPMൽ ചേരാനായി ദീപ്തി മേരി വർഗീസ് EPയെ ചെന്ന് കണ്ടുവെന്ന മന്ത്രി രാജീവിന്റെ പ്രസ്താവനയ്ക്കും ദീപ്തി മറുപടി നൽകി. മന്ത്രി കള്ളം പറയുന്നുവെന്ന് പറഞ്ഞ ദീപ്തി രാജീവിനെ ഡമ്മി മന്ത്രിയെന്നും ആക്ഷേപിച്ചു. മീഡിയ 1 കൊച്ചി.